നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറാൻ ശ്രമിച്ച് പിടിയിലായ ഇന്ത്യക്കാരെ ശനിയാഴ്ച രാത്രി 11:40 സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചത്. ഫെബ്രുവരി 5 ഇന്ത്യക്കാരെ കൈവിലങ്ങണിയിച്ചും കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചുമാണ് വിമാനത്തിലെത്തിച്ചത്. ഇതേപോലെ തന്നെയാണ് ഇത്തവണയും അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിച്ചത്. ഇവരെ ഇന്ത്യയിലെത്തിച്ചതിന് ശേഷമാണ് വിലങ്ങുകളും ചങ്ങലകളും അഴിച്ചുമാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് ബന്ധിച്ചു കൊണ്ടുവന്നതിനെതിരെ വലിയ വിമർശനമുയർന്നിരുന്നു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന സമയത്താണ് ഇന്ത്യക്കാരുമായുള്ള വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടത്. അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇന്ത്യക്കാരെ അമൃത്സർ വിമാനത്താവളത്തിലെത്തിച്ചത്. ഇന്ത്യക്കാരെ ബന്ധിച്ചു കൊണ്ടുവരുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്കാരെ കയ്യിൽ വിലങ്ങണിയിച്ച് എത്തിച്ചത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുറന്നു. രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ കുടിയേറ്റക്കാരോട് അനുഭാവപൂർണമായ സമീപനം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ US അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. വിഷയത്തിൽ ഇന്ത്യക്കാരെ മോശക്കാരാക്കി കൊണ്ടുവരാതിരിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു. എന്നാൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിലും നാടുകടത്തൽ രീതിയിൽ അമേരിക്ക മാറ്റം വരുത്തിയില്ല. അനധികൃതമായി അമേരിക്കയിലെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മോദി വ്യക്തമാക്കിയിരുന്നു. 119 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ഗോവ, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് വിമാനത്തിലുള്ളത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ ഇവരെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഈ ആഴ്ച തന്നെ 3 വിമാനങ്ങളിലായി കൂടുതൽ ഇന്ത്യക്കാരെ അമേരിക്ക കൊണ്ടുവരുമെന്നാണ് വിവരം. US വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് 119 ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചത്. നാടുകടത്തപ്പെട്ടവരിൽ 67 പേർ പഞ്ചാബിൽ നിന്നുള്ളവരും 33 പേർ ഹരിയാനയിൽ നിന്നുള്ളവരുമാണ്. 8 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരുമാണ്. 3 പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരും ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ നാടുകടത്തപ്പെട്ടവരിൽ ഹരിയാനയിൽ നിന്ന് 33, ഗുജറാത്ത് 33, പഞ്ചാബ് 30, മഹാരാഷ്ട്ര 3, ഉത്തർപ്രദേശ് 3, ചണ്ഡീഗഡ് 2 എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഫെബ്രുവരി 5 ഇത്രയും പേരുമായി അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിലെത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയതിന് പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള തീരുമാനമുണ്ടായത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ അനധികൃത കുടിയേറ്റക്കാരെ ഭരണകൂടം തിരിച്ചയക്കുന്നത് തുടരുകയാണ്. രാജ്യത്തെത്തിയ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞതായും ഇവരെ നാടുകടത്തുമെന്നും US ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് എത്തിച്ചത് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ സംഭവം ചർച്ചയായി. നാടുകടത്തപ്പെട്ടവരോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര US-മായി ചർച്ച നടത്തിയതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പിന്നീട് അറിയിക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തുന്നത് പുതിയ സംഭവമല്ലെന്നും വർഷങ്ങളായി ഇത് തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.